വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്നേ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഇതെല്ലാത്തിന്റെയും തിയറി പാർട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതറിയാവുന്നവര് അത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലംസ് നമുക്കൊന്ന് ഡയറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാവുന്ന വീഡിയോ കുഴപ്പമില്ല. പക്ഷെ ഒന്നും അറിയാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോരാ കേട്ടോ. അപ്പൊ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾക്ക് എടുക്കുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/4. അപ്പൊ ആദ്യം തന്നെ ആലോചിക്കേണ്ട കാര്യം, ഡിനോമിനേറ്ററിന് ആ ലിമിറ്റ് ഇട്ട് കൊടുത്തേ സീറോ ആകുന്നുണ്ടോന്ന്. അതായത് tan π/4 മൈനസ് 1 എത്ര ആൻസർ വരുന്നത്? tan π/4 1 ആണല്ലോ. അപ്പൊ ഡിനോമിനേറ്റർ സീറോ ആവണേ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കൺഫേം ആയ കാര്യമല്ലേ ഇത് നമുക്ക്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്റ്റെൻഡിങ് ടു π/4 ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മളാകെ പഠിച്ചിട്ടുള്ളത് എന്ത് ലിമിറ്റ് ആയിരുന്നു? tan x/x എന്ന് പറഞ്ഞ ലിമിറ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനെ ഈ x മൈനസ് π/4 ടി എന്ന് വിളിച്ചു നോക്കാം. അത് വിളിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഈ എക്സ്റ്റെൻഡിങ് ടു π/4നെ ആ x മൈനസ് π/4 ഉണ്ടാ. അപ്പൊ ലിമിറ്റിന്റെ താഴെയും കിടക്കുന്നു, അതേപോലെ നമ്മളുടെ ക്വസ്റ്റ്യനിലും ഈ സാധനം കിടക്കുന്നുണ്ട്. ലിമിറ്റിലും കിടക്കുന്നുണ്ട്, അതേപോലെ ഈ ഫംഗ്ഷനിലും കിടക്കുന്നുണ്ട്. ആ ഒരു അർത്ഥമാണ് അതിന്റെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് x മൈനസ് π/4നെ ഞാൻ എന്തെന്ന് വിളിച്ചു? ഈസ് ഈക്വൽ ടു ടി എന്ന് വിളിച്ചു. പിന്നെ ഒരു 2-3 കാര്യം കൂടി ഉണ്ട്. അതായത് ഇതിലേക്ക്, അതായത് എന്ത് ഫംഗ്ഷൻ ആയാലും ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം എന്ന് പറയുന്നത് 1 മൈനസ് കോസ് ടിയും അതേപോലെ തന്നെ 1 പ്ലസ് കോസ് ടി എന്ന് പറയുന്ന ആള്. ഈ 1 മൈനസ് കോസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് ഇക്വേഷൻ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നേക്കുന്നത്. 1 പ്ലസ് കോസ് ടി എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ ടി ബൈ 2. കോസ് 2ടിയുടെ ഇക്വേഷനിൽ ഇത് രണ്ടും നമ്മൾ എഴുതുന്നത് കേട്ടോ. അതേപോലെ 1 മൈനസ് ടാൻ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ടാൻ ഓഫ്, മുകളിൽ മൈനസ് ആയി കണ്ടത് π/4 മൈനസ് 1. അടുത്തത് 1 പ്ലസ് ടാൻ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഓഫ് π/4, മുകളിൽ പ്ലസ് അല്ലേ, അപ്പൊ π/4 പ്ലസ്. കോമൺ ആയിട്ട് നിങ്ങളുടെ +2ന്റെ പരീക്ഷയ്ക്കും അതേപോലെ തന്നെ ഇപ്പൊ ഈ എൻട്രൻസിന്റെ കാര്യത്തിലും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞ് തന്നേക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ മാക്സിമം എന്താക്കാൻ നോക്കാം? ടാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ നോക്കാം. തീരെ നിവർത്തിയില്ല എങ്കിൽ മാത്രം, അതായത് ടാൻ നമുക്ക് എന്ത് ചെയ്തോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കോട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം എന്താ, കോട്ട് അതാ കിട്ടിയെന്നിരിക്കും, കോട്ട് എക്സ് എന്ന് വിചാരിക്കട്ട. എങ്കിൽ കോട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോട്ടിനെ എങ്ങനെ എഴുതാം? ടാൻ π/2 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് കോട്ടും ടാനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞത്. മാക്സിമം ബ്രാക്കറ്റിന്റെ പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഉള്ളിൽ ടാൻ ഉണ്ടാക്കാൻ നോക്കുക. അതേപോലെ ബ്രാക്കറ്റിന്റെ പുറത്ത് ടാൻ ആണെങ്കിൽ ഉള്ളിൽ ടാൻ ഇൻവേഴ്സ് ഉണ്ടാക്കാൻ നോക്കുക. സിമിലർലി സൈനിന്റെ കാര്യമായാലും കോസിന്റെ കാര്യമായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലത്തെ ഒക്കെ അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് π/4 പകരം ടി എന്ന് കൊടുക്കുക അല്ലെ. എക്സ് മൈനസ് π/4 ഈക്വൽ ടു ടി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് മൈനസ് π/4 ഈക്വൽ ടു ടി ആണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും? π/4 പ്ലസ് ടി എന്ന് കൊടുത്തൂടെ. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ എക്സ്പാൻഷൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/4 അല്ലേ. അപ്പൊ എക്സ് മൈനസ് π/4 ഓടിക്കാൻ വരാൻ പോണേ സീറോയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ ടി ടെൻസ് ടു സീറോ അല്ലേ. ഇനി മുകളിൽ എടുക്കുന്ന എക്സ് മൈനസ് π/4 പകരം ഞാൻ ടി എന്ന് വിളിച്ചു. അതേപോലെ ടാൻ എക്സ്, എക്സിന് പകരം എന്തെന്ന് കൊടുക്കേണ്ടത്? π/4 പ്ലസ് ടി എന്ന് കൊടുത്തു, -1 കൊടുത്തു. ഇത് നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? ടാൻ π/4 പ്ലസ് ടി. ഇപ്പൊ തന്നെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? 1 പ്ലസ് ടാൻ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ടി. -1 അല്ല ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഒന്ന് ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ഇൻറ്റു 1 മൈനസ് ടാൻ ടി ഡിവൈഡഡ് ബൈ 2 ടാൻ ടി എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കി നോക്ക്, അതായത് ഇപ്പൊ നമ്മളിപ്പോ എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവം അല്ലെ. ഈ സാധനത്തിൽ ടിക്ക് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നോക്കാം. അതായത് ലിമിറ്റ് ഡിനോമിനേറ്റർ ചുമ്മാ നോക്കി നോക്കിയേ, ടി ടെൻസ് ടു സീറോ ഇട്ട് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സീറോ അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ടാനിന്റെ ലിമിറ്റ് എന്തായിരുന്നു? ടാൻ ടി ഡിവൈഡഡ് ബൈ ടി ഇട്ട് കൊടുത്താൽ 1 ആണ് അല്ലെ. ഇവിടെ ഒരു ടി കണ്ട, അതിന് എനിക്ക് താഴത്തേക്ക് എടുത്തിട്ടാ പോരെ. എന്നാണ് ലിമിറ്റ് t tends to 0
1 minus tan t divided by 2 into tan t divided by t. ശരിയല്ലേ? പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് ഇട്ട് കൊടുത്താൽ എന്താ വരാ? 1/2 അവിടെ തന്നെ ഉണ്ട്. ടി ടെൻസ് ടു 0 കൊടുക്കുക. ടി ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാല് ടാൻ 0 0 അല്ലേ? അപ്പൊ 1 minus 0 ദാറ്റ് ഈസ് 1 minus 0 divided by 2 into 1. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ 2ന്റെ ആവശ്യമില്ല, 1 കിട്ടി. എന്ന് പറഞ്ഞത് ഇത് കിട്ടി നമുക്ക് 1/2 കിട്ടി. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നോക്കിയേ സെക്കൻഡ് പ്രോബ്ലം എന്താന്നുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2x ഡിവൈഡ് ബൈ √1 മൈനസ് കോസ് 2x. ഇതുപോലത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ എന്തായിരുന്നു? 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ? അപ്പൊ 1 മൈനസ് കോസ് 2x എന്തായിരുന്നു? നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്തേതാ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. ശരി, സമ്മതിച്ചു. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടാ. 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 1 ഡിനോമിനേറ്റർ 0 ആവുന്നത് കൊണ്ടാട്ടോ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയത്. അത് മറക്കരുത് കേട്ടാ. 2x ഡിവൈഡഡ് ബൈ റൂട്ടിന്റെ ഉള്ളില് 1 മൈനസ് കോസ് 2x പകരം എന്തിട്ട് കൊടുക്കണം? നമ്മള് 2 സൈൻ സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കണം. കാരണം കോസ് 2xന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ 1 മൈനസ് കോസ് 2xന്റെ ഇക്വേഷൻ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതിയത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ അത് സൈനായി മാറുമല്ലോ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2x ഡിവൈഡഡ് ബൈ √2 വരും, സൈൻ എക്സും വരും. ഇനി ആ മുകളിൽ കിടക്കുന്ന എക്സിന് ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്താൽ പോരെ? നമ്മുടെ ലിമിറ്റിന്റെ സാധനമല്ലേ ഈ 2/√2 എന്ന് പറയുന്നത്. നമുക്ക് മുകളിൽ √2 ആയില്ല. അപ്പൊ ആ √2 ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടാ. ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അല്ല, അതിന്റെ ലിമിറ്റ് 1 അല്ലേ? ഈ ഡിനോമിനേറ്ററിന്റെ ദിസ് ഇസ് ഈക്വൽ ടു √2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ല √2. സോറി കേട്ടോ, ഇതിനെ ഈ ഓപ്ഷൻ √2 ആയിരുന്നു കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലോഗിന്റെ ഒക്കെ ലിമിറ്റുകളല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ലിമിറ്റുകൾ എന്തൊക്കെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് കണ്ടു കഴിഞ്ഞാൽ 1 ആണെന്ന് എഴുതാൻ പറ്റണം. അതേപോലെ ലിമിറ്റ് സൈൻ ഇല്ലേ പിന്നെ അവിടെ ഫംഗ്ഷൻ ആയിട്ടുള്ളത്, അതിന്റെയും കൊടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് 1 ആണ്. അത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇ റൈസ് ടു എക്സ് ഉണ്ട് അല്ലെ? അതും കൂടി. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. ഈ 3 നമ്മൾ പഠിച്ചിട്ടുള്ള മതി, ധാരാളമാണ് നമുക്ക്. അപ്പൊ ഓരോരുത്തർ നമുക്ക് പെറുക്കി എടുക്കാം. അതില എക്സ് സ്ക്വയറിനെ സപ്പോസ് നിങ്ങൾക്ക് ആ എക്സ് സ്ക്വയറിന് ആർക്കെ കൊടുക്കണ്ടേന്ന് അറിയില്ല എന്ന് വിചാരിക്കും. എങ്കിലും ഒരു കുഴപ്പമില്ല, അയാൾ അങ്ങോട്ട് പുറത്തേക്ക് കിട്ടോ. ഇപ്പൊ ഇവിടെ നിലവിൽ സൈനാണ് സ്ക്വയർ, അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാത്ത പക്ഷം അയാളെ ആർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് അറിയില്ല എങ്കിൽ അയാൾ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തേക്കാം. ഒരു ഉപദ്രവവും ഇല്ല നമുക്ക്. ഓക്കെ, ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തേക്കാം. ബാക്കിയുള്ള ആൾക്കാരെ നോക്കി. ആദ്യം ആരാ? ലോഗ് 1 പ്ലസ് കെ എക്സ് അല്ലേ? ലോഗ് 1 പ്ലസ് കെ എക്സ് അല്ലെ? പക്ഷെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ല, സോറി, ഈ ലിമിറ്റ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാ? ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വന്നാലല്ലേ 1 ആവാ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് അല്ല കിടക്കുന്നത് അല്ലെ, കെ എക്സ് ആണ്. അപ്പൊ കെ എക്സ് ആണെങ്കിൽ താഴത്ത് എന്ത് വേണം? കെ എക്സ് വേണം അല്ലെ? അപ്പൊ നോക്കിയേ, ഞാൻ എന്തേനാ ഇയാളെ ബാലൻസ് ചെയ്യാനായിട്ട് അയാളെ കെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, അയാളെ കെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതാണ് ഇപ്പം ഈ എക്സ് സ്ക്വയർ ആർക്കാ കൊടുക്കാറില്ലെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല, അയാൾ സൈഡ് മാറ്റി നിർത്തേക്കാം. എല്ലാവരും ബാലൻസ് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടാ. അടുത്ത എന്താ പറഞ്ഞേക്കണത്? നമ്മുടെ സൈൻ സ്ക്വയർ 2x അല്ലെ? ഇൻറ്റു സൈൻ സ്ക്വയർ 2x അല്ലേ എടുക്കുന്നത്? സൈൻ സ്ക്വയർ 2x സൈൻ 2x ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ വരിക? സൈൻ 2x ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ട? ഡിവൈഡഡ് ബൈ 2x അല്ലെ? ഇവിടെ സൈനിന്റെ സ്ക്വയർ ആയി എടുക്കണേ അല്ലെ? അപ്പൊ നമുക്ക് 4x സ്ക്വയറിന്റെ ആവശ്യമില്ല. ദാറ്റ് മീൻസ് 2x ഹോൾ സ്ക്വയറിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ ഇൻറ്റു ചെയ്തു, ഡിവൈഡ് ചെയ്തു, സ്വാഭാവികമായിട്ട് ഇൻറ്റുവും ചെയ്തു. കണ്ട, ഈ എക്സ് സ്ക്വയർ ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടക്കുന്ന എക്സ് സ്ക്വയറിനെ വേണമെങ്കിൽ ഇയാൾക്ക് കൊടുക്കാം കേട്ടോ, സൈനിന്. ഇനി ഡിവൈഡഡ് ബൈ പിന്നെ ആരാ? എക്സ് സ്ക്വയർ പുറത്തെടുക്കേണ്ട ഇ റൈസ് ടു എക്സ് അല്ലെ? ഇ റൈസ് ടു എക്സിനും ഇതേ സാധനം തന്നെ. ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ ആവശ്യമല്ലേ? ഞാൻ ബൈ എക്സ് ചെയ്തു, ഇൻറ്റു എക്സ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നോക്കിയോക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നമ്മൾ കണ്ടുപിടിക്കണം. അറ്റ് ദ പോയിന്റ് എഫ് ഓഫ് 0 2 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അറ്റ് ദ പോയിന്റും ഈക്വൽ ആവണ്ടേ? എങ്കിൽ ഈ നമ്മളിപ്പോ നീട്ടത്തിൽ എഴുതിക്കണ ഈ ഫംഗ്ഷന്റെ ലിമിറ്റും അതേപോലെ അറ്റ് ദ പോയിന്റ് എഫ് ഓഫ് 0ലും വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഞാനിവിടെ ലിമിറ്റ് ഒന്നും എഴുതാൻ നിൽക്കുന്നില്ല, ഇത് ജസ്റ്റ് എഴുതുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ ലിമിറ്റ് എന്തായി പോയി? 1 ആയി പോയി അല്ലെ? 0 അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ്. ഇനി അതേപോലെ ഇത്രയും ഭാഗത്തിന്റെ ലിമിറ്റ് എന്തായി പോയി? നമുക്ക് 1 ആയി പോയി.
ദെൻ ഇത്രയും ഭാഗത്തിന്റെ ലിമിറ്റും നമുക്ക് 1 ആയി പോയി. ബാക്കിയുള്ളവരെ ഭംഗിയാക്കി എടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ x² ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് അവിടെ ഒരു എക്സ് കിടക്കുന്നുണ്ട് അല്ലെ, ഞാൻ ഇതിന് മുകളിലൊന്നും എഴുതുന്നുണ്ട്. അതായത് k എഴുതുന്നു, x എഴുതും, പിന്നെ 4 എഴുതുന്നുണ്ട്, ഡിവിഷൻ വിത്ത് എക്സ് ഉണ്ട്. എക്സ് ക്യാൻസൽ ചെയ്തൂടെ എനിക്ക്. ഇനി ഈ ലിമിറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല കേട്ടാ, ഞാൻ ലിമിറ്റ് പക്ഷെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടാ. ഇത് എന്ന് പറയുന്നത് എത്ര തന്നേക്കണേ, f(0) എന്ന് പറയുന്നത് 2 അല്ലേ. അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അടുത്ത പോയിന്റും സെയിം ആണെന്ന് പറഞ്ഞേക്കണേ. നമ്മളിപ്പോ ലെഫ്റ്റും റൈറ്റും ചെയ്തതേ ഇവിടെ കണ്ടുപിടിച്ചു, ഒറ്റ തവണ മതി, കാരണം നോട്ട് ഈക്വൽ ടു 0 എന്നല്ല പറഞ്ഞേക്കണേ. അത് കണ്ടുപിടിച്ചു. ദിസ് ഇസ് ഈക്വൽ ടു f(0) ആവണ്ടേ, എന്നാലല്ലേ കണ്ടിന്യൂസ് ആവാ. സോ നമുക്ക് എന്ത് കിട്ടി, k × 4 = 1/2 കിട്ടും, k × 4 = 2 കിട്ടുന്നു. ആൻഡ് k is equal to 2/4 which is equal to 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനത്തെ ഇനി അടുത്ത പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴേ ചില നമുക്ക് 1 വേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റണതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പോവാട്ടോ, കാരണം ഇന്റഗ്രേഷൻ ഒക്കെ എത്തുമ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും, വേറെ യാതൊരുവിധ മാർഗം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് 1 വേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി മനക്കടക്കായിട്ട് തന്നെ ചെയ്യാട്ടോ. കുറെ പേരൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് തന്നെത്താൻ കാൽക്കുലേറ്റർ, ദൈവമേ 2 + 2 4 തന്നെയല്ലേ എന്ന് വരെ ഡൗട്ട് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷയിൽ പോയി ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, ഇപ്പോഴേ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് പ്രോബ്ലത്തിലേക്ക് കടക്കാലോ. അപ്പൊ ഫോർത്ത് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇതേപോലെ തന്നെ കണ്ടിന്യൂറ്റിയുടെ കാര്യമല്ല പറഞ്ഞേക്കണേ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നല്ല പറഞ്ഞേക്കണേ, എവിടെ x = 0 എങ്കിൽ k ന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ രണ്ട് സൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കി എന്ന് പറഞ്ഞാൽ 5 x not equal to 0 നമുക്ക് എന്താണ് വന്നേക്കുന്നത്, tan πx ഡിവൈഡഡ് ബൈ 7x അല്ല വന്നേക്കണേ, 7 ഞാനൊന്നും ഇങ്ങോട്ട് എടുത്തു കേട്ടാ, ബാക്കി x അല്ല അവിടെ എടുക്കണേ. അപ്പൊ ഇവിടെ ടാനിന്റെ ലിമിറ്റ് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, tan x/x അല്ലെ. ടാനിന്റെ അടുത്ത് എന്ത് കൊടുക്കുന്നു അത് തന്നെ ഡിനോമിനേറ്ററിൽ വരണം. ഇവിടെ എന്താ എടുക്കുന്നത്, tan πx, അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെ വരണം, πx തന്നെ വരണം. ശരിയല്ലേ, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പൈ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതിന്റെ ലിമിറ്റ് എത്ര, നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയി മാറി. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 5/7 × π. അപ്പൊ ഒരു സൈഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു അല്ലെ. എങ്കിൽ x നോക്ക്, tan πx/x ന്റെ വാല്യൂ അല്ല, ഞാൻ ലിമിറ്റ് ആണ് അവിടെ ഇട്ട് കൊടുത്തേക്കണ കേട്ടാ. ഓക്കെ, അടുത്തത് അറ്റ് 0 എത്ര തന്നേക്കണം, 5k എന്ന് അല്ലെ. എന്നാൽ ദിസ് ഇസ് ഈക്വൽ ടു 5k എന്നല്ല അർത്ഥം, കണ്ടിന്യൂസ് ആണെങ്കിൽ 5 ക്യാൻസൽ ചെയ്യും. സോ k = എന്ത് കിട്ടി നമുക്ക്, π/7 കിട്ടി. അതെവിടെയാ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ തന്നിരിക്കുന്നത്, നമുക്ക് k × ആണ് അല്ലെ, എന്താ ഇതും കണ്ടിന്യൂസ് ആണ്, k ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. k × 2 - e⁻⁻x ഡിവൈഡഡ് ബൈ 1 + e⁻⁻x അല്ലെ. നമ്മൾ e⁻x ന്റെ ആകെ ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഇപ്പോഴേ ഡിനോമിനേറ്റർ 0 ആവാൻ നോക്കാം. ആദ്യം തന്നെ x → 0 ഇട്ട് കൊടുക്കൂ, അതായത് ലിമിറ്റ് x → 0 ഇട്ട് കൊടുക്കൂ. ഡിനോമിനേറ്റർ വല്ലതും 0 ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ e⁻⁻x എന്ന് പറഞ്ഞാൽ എന്താ, 1/e⁻x അല്ലെ. ഇവിടെ 0 ആവുന്നില്ല ഡിനോമിനേറ്റർ, അപ്പൊ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം k × 2 - e⁻⁻x ഞാൻ 1/e⁻0 എന്നാക്കി, ഡിവൈഡഡ് ബൈ 1 + 1/e⁻0. ക്ലിയർ അല്ലേ. ഇത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ തന്നേക്കണേ, അതായത് കണ്ടിന്യൂസ് ആണെങ്കിൽ x = 0 ഈക്വൽ അല്ലേ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 2 ആവണം. ശരിയല്ലേ, അതാവുന്ന കെയിനെ കണ്ടുപിടിക്കലാണ് നമ്മുടെ ആവശ്യം. ദിസ് ഇസ് ഈക്വൽ ടു k × 2 - e⁻0 1 അല്ലേ, 2 - 1 1 ഡിവൈഡഡ് ബൈ 1 + 1 2 ഈക്വൽ ടു 2 ആണ്. ദിസ് ഇംപ്ലൈസ് k = 4 കിട്ടി. അപ്പൊ അതും കിട്ടിയില്ലേ, ഏതാത്, ഓപ്ഷൻ 4. ഓപ്ഷൻ എ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയേക്കണേ. ക്വസ്റ്റിന് നമുക്ക് ഇതേപോലെ ഈസിയാ നോക്കിയേ. എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കല്ലേ, x not equal to 0 എന്താ കിടക്കുന്നത്, sin 4x ഡിവൈഡഡ് ബൈ x. ഈസിയാണ്. അപ്പൊ ഇവിടെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രകാരം ആരെയാണ് ഇവിടെ ആവശ്യം വരുന്നത്, sin 4x/4x തന്നെ വന്നാലാ 1 ആവാ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ 4 കൊടുത്തു, ഇവിടെയും 4 കൊടുത്തു. ഇത്രയും ഭാഗത്തിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1 വരും അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡ്, അതായത് x not equal to 0 ആകുമ്പോൾ നമ്മുടെ ലിമിറ്റ് എത്രയാണ്, 4 ആണ്. 4 = k ആൻസർ കിട്ടി, കാരണം അപ്പുറത്ത് k മാത്രമേ ഉള്ളൂ, x = 0 ഭാഗത്ത്. അപ്പൊ അത് കണ്ടിട്ട് ഇത് രണ്ട് ഈക്വൽ ആയ കാര്യം നടക്കുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു k = 4 കിട്ടിക്കണ്ട. അതാണ് പറഞ്ഞത്, ഈസിയാണ് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ ലിമിറ്റ് x → 2 അല്ലെ, ലിമിറ്റ് x → 2
എന്താ തന്നിരിക്കണ 1 മൈനസ് കോസ് എന്തോ സംതിങ് സാധനം തന്നിരിക്കണേ. ആലോചിച്ച് നോക്കിയാൽ 1 മൈനസ് കോസ് എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 സൈൻ സ്ക്വയർ അല്ലേ? അതേ സംഭവം തന്നെ. അപ്പൊ 1 മൈനസ് കോസ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് 2x² മൈനസ് 3x മൈനസ് 2 തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 1 മൈനസ് കോസ് എക്സ് ആണെങ്കിൽ എന്തായിരുന്നു? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലായിരുന്നു നമ്മൾ നേരത്തെ പ്രകാരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എടുക്കുന്നത് ആ ഫുൾ പോളിനോമിയൽ കേട്ടാ. അതായത് 2x² മൈനസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. ഇതാണ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ പിന്നെ ആ ചോദ്യം എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? അതിനകത്തെ നമുക്ക് ആ ന്യൂമറേറ്ററിൽ എടുക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ചേഞ്ച് ചെയ്യാലോ. എന്നാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 സൈൻ സ്ക്വയർ എന്തെന്ന് കൊടുക്കാൻ പറ്റും? അതായത് 2x² മൈനസ് 3x മൈനസ് 2ന് മറ്റേ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ ഇല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2x പ്ലസ് 1 എന്ന് പറയുന്ന ഒരാളും അതേപോലെ എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ആളും. ഇങ്ങനെ രണ്ടുപേരെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഡിവൈഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഈ രണ്ട് സാധനങ്ങൾ എഴുതിയത്. ഇനിയൊന്നുമില്ല, ഇനി നമ്മളുടെ ബാലൻസിങ് പരിപാടി തന്നെ. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നു അത് തന്നെ നമുക്ക് താഴ്ത്തും വരണ്ടേ. അത് തന്നെ 2 സൈൻ സ്ക്വയർ വൈ എന്നുള്ള കൺസെപ്റ്റ് വിചാരിക്കും. എങ്കിൽ ആ വൈ താഴത്ത് ആ വൈ സ്ക്വയർ താഴ്ത്തു വരണ്ടേ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതായത് 2 അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ താഴത്തും എന്ത് വേണമായിരുന്നു? എക്സ് സ്ക്വയർ വേണമായിരുന്നു. ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇവിടെ സൈൻ സ്ക്വയർ എടുക്കുന്നുണ്ട് അല്ലെ. എക്സ് മൈനസ് 2ന്റെ സ്ക്വയർ എടുക്കുന്നുണ്ട്. ഇനി ആവശ്യം 2x പ്ലസ് 1/2 അല്ലേ നമുക്ക്. അപ്പൊ അതിന്റെ സ്ക്വയറും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, അതേപോലെ ഡിവൈഡും ചെയ്യാം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എന്ത് കൊടുത്തു? 2 എഴുതി. അതേപോലെ സൈൻ സ്ക്വയർ 2x പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 കൊടുത്തു ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. ഇത് നമ്മുടെ ന്യൂമറേറ്റർ ആയി. ഡിനോമിനേറ്റർ നമുക്ക് ഇത് തന്നെ വരണ്ടേ. അതായത് സൈൻ സ്ക്വയറിന്റെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുന്നോ അത് തന്നെ വേണം നമുക്ക് താഴത്തും വരാനായിട്ട്. അതിന്റെ സ്ക്വയർ വേണം, കാരണം സൈനിന് അവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ് മൈനസ് 2ന് സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യാതൊരു വിധ കുഴപ്പമില്ല. പിന്നെ ആരെ വേണ്ടേ? 2x പ്ലസ് 1/2 ഒരു സ്ക്വയർ വേണ്ടേ. അത് ഞാനിവിടെ ഡിവിഷൻ കൊടുത്തു. അതേപോലെ 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് സ്ക്വയറും കൊടുത്തു, കണ്ടേ, ഇൻറ്റു ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോ എന്തുണ്ടാവുക? ഇത്രയും ഭാഗത്തിന്റെ ലിമിറ്റ് അത് എന്ന് പറയുന്നത് എത്രയും മാറും? 1 ആയി മാറും. കാരണം എന്താ? സൈൻ സ്ക്വയർ ഇങ്ങനെ ഏകദേശം അത് കിടക്കുന്നത് സൈൻ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ വൈന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അതിനെ സൈൻ വൈ ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുക. അപ്പോഴല്ലേ 1 ആയി പോവുക അവരുടെ ലിമിറ്റ്. അതേ ഐഡിയയിൽ ഇപ്പൊ അത് കിടക്കണേ നോക്കിയേ. അപ്പൊ അത് തന്നെ കിടക്കണം. അപ്പൊ ബാക്കിയുള്ളവർക്ക് നമ്മൾ ആ 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ അവിടെ പുറത്തെടുക്കണ 2 എഴുതി. അതേപോലെ 2 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു 2/4 ഇൻറ്റു 2 ഇൻറ്റു 2 4 4 1 5 5ന്റെ സ്ക്വയർ 25 കിട്ടിയില്ലേ നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 25 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 കിട്ടി. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലെ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് വന്നു അല്ലെ. ഇൻഫിനിറ്റി ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ x⁴ ഡിവൈഡഡ് ബൈ 4x³ മൈനസ് 3 മൈനസ് x⁻² ഡിവൈഡഡ് ബൈ 4x പ്ലസ് 3. ഇത് നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് ആവുന്നത്? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഗ്രി സെയിം ആവുമ്പോൾ. ഇവിടെ ഇപ്പൊ സെയിം ആയിട്ട് കിടക്കുന്നുണ്ടായില്ല. നമുക്ക് ആദ്യം ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് x⁻4 ഇൻറ്റു 4x പ്ലസ് 3 മൈനസ് x² ഇൻറ്റു 4x³ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4x³ മൈനസ് 3 ഇൻറ്റു 4x പ്ലസ് 3. ആദ്യം നമുക്ക് എന്താ ചെയ്യാ? ഇതിനെങ്ങനെ ഭംഗിയാക്കി എടുക്കാം. ഇതിനെ ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന് എന്ത് ചെയ്യാനായിട്ട്? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4x⁵5 പ്ലസ് 3x⁴ മൈനസ് 4x⁵5 പ്ലസ് 3x²
ഡിനോമിനേറ്ററിന് ഞാൻ വെറുതെ ചെയ്യാനൊന്നും നോക്കണില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു അല്ല അവർ തമ്മിൽ, അപ്പൊ അതിന്റെ യാതൊരു ബുദ്ധിമുട്ടില്ല. 4x³ - 3 ഇൻറ്റു 4x+3 എന്ന് നമുക്ക് കിട്ടിയ. അപ്പൊ അതില് 4x ഇത് പോയത് കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററും സെയിം പവർ അല്ലേന്ന്. മുകളില് 4 അല്ലേ മാക്സിമം പവർ, താഴത്ത് നോക്കിയേ ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഹയസ്റ്റ് പവർ വരണേ. അത് എത്ര വരാൻ പോണേ? 4 അല്ലേ വരാൻ പോണേ. കണ്ട സെയിം ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും വലിയ പവർ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഏറ്റവും വലിയ പവർ മുകളിൽ പുറത്തെടുത്താൽ എന്താ? x⁴ അല്ലേ പുറത്തെടുക്കാൻ പോണേ. ബാക്കി ആരൊക്കെ ഉണ്ട് അവിടെ? വേണമെങ്കിൽ 3യും പുറത്തെടുത്താക്കാൻ, അപ്പുറത്ത് 3യും കിടക്കുന്നുണ്ട് കേട്ടാ. നീ 3 എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. 3 - 3 ഡിവൈഡഡ് ബൈ x² എന്നായില്ലേ, ഡിവൈഡഡ് ബൈ താഴത്ത് ആദ്യത്തെ ടൈമിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? x³ മാത്രം പുറത്തേക്ക് എടുക്കാം. അപ്പൊ x³ ഇൻറ്റു 4 - 3/x³ ആയില്ലേ. ഇനി രണ്ടാമത്തെ ടൈമിൽ നിന്ന് x പുറത്തെടുത്താൽ അത് 4 + 3/x ആയില്ലേ. ഇപ്പൊ കണ്ട ഡിനോമിനേറ്ററിൽ കട്ട് ചെയ്യാൻ ഭാഗത്തിന് കിട്ടിയത് നമുക്ക്. ഇനി നമ്മൾ ആ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x 0 അല്ലെ. അപ്പൊ 3/x² 0 അല്ലെ. അപ്പൊ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ എന്താ? 3 - 0 ഡിവൈഡഡ് ബൈ 4 - 0 ഇൻറ്റു 4 + 0. ശരിയല്ലേ? ആ ഡിനോമിനേറ്ററിൽ x വന്നുള്ള ടൈം ഒക്കെ 0 ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? 3 ഡിവൈഡഡ് ബൈ 4 × 4 16. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 9th വൺ. ഇതുപോലെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടാ. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3x ഡിവൈഡഡ് ബൈ റൂട്ട് 1 + 3x മൈനസ് റൂട്ട് 1 - 3x ലിമിറ്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് 1 + 3x പ്ലസ് 1 - 3x ഡിവൈഡഡ് ബൈ റൂട്ട് 1 + 3x പ്ലസ് റൂട്ട് 1 - 3x സോൾവ് ചെയ്ത് കഴിഞ്ഞ് ആൻസർ കണ്ടുപിടിക്കണത് തൊട്ട് മുന്നത്തെ, അതായത് ഇതിന്റെ പ്രോബ്ലം ചെയ്ത ഒരു ഇതിന്റെ തിയറി പാർട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1 എന്ന് പറയുന്നത് ആൻസർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ 10th വൺ ഇതേപോലത്തെ അല്ല. അതെന്ന് പറയുന്നത് നോക്കിയേ, ഇതുപോലത്തെ ഇക്വേഷൻ ഏതാ പഠിച്ചിട്ടുള്ള? x⁻n - a⁻n പോലെയല്ലേ കിടക്കണേ. അപ്പൊ അത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 + 4x⁻20 അല്ലെ എന്ന് പറഞ്ഞാൽ x⁻n പകരം കിടക്കുന്നത് 1 + 4x⁻20 മൈനസ് 1/1 ഉള്ളൂ. നമുക്ക് അതിനെ 1/20 ആക്കിക്കോട്ടെ. ഡിവൈഡഡ് ബൈ x അല്ല കിടക്കുന്നത്. എനിക്ക് എന്തെന്നാ വേണ്ടേ? താഴത്ത് x - a അല്ല വേണ്ടേ. എക്സിന് പകരം ആരാ? 1 + 4x അല്ലെ. അപ്പൊ ഞാനേ ഇതിന് ഒരു 1 + 4x വേണ്ടേ. അപ്പൊ ഞാൻ ഒരു 4 ഡിവിഷൻ കൊടുത്തു, പകരം ഞാനിവിടെ ഇൻറ്റു കൊടുത്തു. ഓക്കെ അല്ലേ? ഇപ്പൊ 4x കിട്ടിയില്ലേ. ഇനി അടുത്തത് ചെയ്യാൻ പോണത് ഒരെണ്ണം 1 + 4x, അതായത് 1 ആഡ് ചെയ്തു 1 സെപ്പറേറ്റ് ചെയ്തു. ഇപ്പൊ നോക്കിയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേന്ന്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എനിക്ക് എക്സിന് പകരം, അതായത് x⁻n - a⁻n ഡിവൈഡ് ബൈ x - a, അതിൽ എക്സിന് പകരം 1 + 4x ആൻഡ് എക്ക് പകരം 1, എന്നിന് പകരം 20. ഇതിന്റെ ലിമിറ്റ് എന്തായിരുന്നു? n × a⁻n - 1 20 - 1. പിന്നെ പുറത്ത് എടുക്കണ 4 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 4 അല്ലേ വരാൻ പോണേ. എങ്കിൽ അത് എത്രയാണ്? 80 ആണ് അല്ലെ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതും ഒരു റൂട്ട് ഉള്ളതാണ് അല്ലെ. 11ാമത്തെ എങ്ങനെയാ ചെയ്യേണ്ടി വരാം? 9ാമത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 11ാമത്തെ പ്രോബ്ലം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററിന്റെ കോഞ്ചുഗേറ്റ് പോലെയാന്നുള്ളത്. കാരണം ന്യൂമറേറ്ററിൽ കാണാൻ ഒരു ഭംഗിയില്ലാത്ത. അപ്പൊ എക്സ്റ്റെൻഡിങ് ടു 0 5 മൈനസ് റൂട്ട് 25 - 4x ഡിവൈഡഡ് ബൈ 8x അല്ലെ. അപ്പൊ ഇൻറ്റു എന്ത് ചെയ്യാ? 5 + റൂട്ട് 25 മൈനസ് 4x ഡിവൈഡഡ് ബൈ 5 + റൂട്ട് 25 മൈനസ് 4x. ന്യൂമറേറ്ററിൽ എന്ത് വരാനാ പോണത്? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 a - b a + b അല്ല വരാൻ പോണേ. എങ്ങനെ? a² - b² അല്ലെ. അപ്പൊ a² എന്ന് പറയുമ്പോൾ 25 ആയി, മൈനസ് b² എന്ന് പറയുമ്പോൾ റൂട്ട് അങ്ങോട്ട് പോയിട്ട് 25 മൈനസ് 4x വരും ഡിവൈഡഡ് ബൈ 8x. എന്നിട്ട് നോക്കിയേ, അതിനകത്ത് 25 8x വരും. 5 + റൂട്ട് 25 മൈനസ് 4x. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മുകളിലത്തെ ഈ 25 - 25 0 പോയി ബാക്കിയുടെ 4x വരും. 4x ഡിവൈഡഡ് ബൈ 8x ഇൻറ്റു
5 പ്ലസ് റൂട്ട് 25 മൈനസ് 4x വന്നു അല്ലെ. എക്സും ക്യാൻസലായി, 4ഉം 8ഉം ക്യാൻസലായി, 2 കിട്ടി. ഇനി നമുക്ക് ആ ലിമിറ്റ് ഇട്ട് കൊടുക്കുക അല്ലെ. ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ എന്താ വരാ, 1/2 ഇൻറ്റു എന്ത് വന്നു, 5 പ്ലസ് റൂട്ട് 25 എത്രയാ, 5 തന്നെയല്ലേ. 5 പ്ലസ് 5 എത്രയാ, 10 അല്ലെ. 10 ഇൻറ്റു 2 20. അപ്പൊ 1/20 is the right answer. 1/20 ഓപ്ഷൻ ഡി is the right answer. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോരുത്തർക്കോ അവരെയാണ് ആവശ്യം അവരായിട്ട് കൊടുക്കുക. ഒരു എക്സ് എടുക്കുന്നുണ്ട്, ആ എക്സ് അവിടെ കിടന്നോട്ടെ, ശല്യം ചെയ്യാൻ പോണ്ട. ബാക്കി ആരാ ഉള്ളത്, ലോഗ് 1 പ്ലസ് എക്സ് ബൈ 8 അല്ലെ. ഇയാള് ബാലൻസ് ചെയ്യണമെങ്കിൽ ആരെയും ആവശ്യം, ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ. എക്സിന് പകരം ഇവിടെ ആരാ, എക്സ് ബൈ 8 അല്ലെ. അപ്പൊ ലോഗ് 1 പ്ലസ് എക്സ് ബൈ 8 ഡിവൈഡഡ് ബൈ എക്സ് ബൈ 8 ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ഞാൻ, എക്സ് ബൈ 8 ഇൻറ്റു ചെയ്തു. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ ഇതേപോലെ തന്നെ ഈ റൈസ് ടു എക്സ് കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ടു എക്സ് -1 ഡിവൈഡഡ് ബൈ എക്സ് അല്ല ആവശ്യം, ഞാൻ സ്വാഭാവികമായും ഇൻറ്റു എക്സ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. അടുത്തത് സൈൻ എക്സ് ബൈ 8 അല്ല, അടുത്തത് സൈൻ എക്സ് ബൈ 8 ഡിവൈഡഡ് ബൈ എക്സ് ബൈ 8 ചെയ്തു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻറ്റു എക്സ് ബൈ 8 ചെയ്തു, അതും ഓക്കെ ആയില്ലേ. ഇനി നോക്കിയോക്കെ ആരുടെയൊക്കെ ലിമിറ്റുകൾ എക്സ്റ്റെൻഡിങ് ടു 0 അല്ലേ. ആരൊക്കെ 1 ആയി പോകാൻ പോണ ഇവിടെ, ദാ ലോഗിന്റെ ഇത്രയും ഭാഗം 1 ആയി പോയി അല്ലെ. പിന്നെ നമുക്ക് ആരാ, ഈ റൈസ് ടു എക്സിന്റെ ഭാഗം ഇതേപോലെ തന്നെ 1 ആയി പോയിട്ടുണ്ട്. പിന്നെ ഇത്രയും ഭാഗവും 1 ആയി പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരായിരിക്കാ, എക്സ് ഉണ്ട് ന്യൂമറേറ്ററിൽ, എക്സ് ഇൻറ്റു എക്സ് ബൈ 8 ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് ഇൻറ്റു എക്സ് ബൈ 8 തന്നെ ഉണ്ട് അല്ലെ. രണ്ടും കൂടി സോൾവ് ചെയ്തെടുക്കൂ, എന്താ കിട്ടാൻ പോണെ, എക്സ് ബൈ 8 രണ്ടും എത്രയാ, 1 അല്ലേ കിട്ടാൻ പോണേ. സോ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി, 1 അല്ലേ നമുക്ക് അപ്പൊ ആൻസർ കിട്ടിയത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാലോ. എന്താ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1² പ്ലസ് 2² പ്ലസ് എക്സെട്ര പ്ലസ് n²ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് സീക്വൻസ് ആൻഡ് സീരീസ് ഡിസ്കസ് ചെയ്തപ്പോ. അപ്പൊ ജസ്റ്റ് ആ വീഡിയോ നോക്കിയിട്ട് ഇക്വേഷൻ എഴുതിയെടുക്കണേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഓൾ ഡിവൈഡഡ് ബൈ, പിന്നെ ആ ചോദ്യം തന്നെ ഏതാത്, n³ പ്ലസ് 4n² പ്ലസ് 3n പ്ലസ് 6. കറക്റ്റ് അല്ലേ. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് മുകളിൽ താഴെ n³ ആണല്ലോ മാക്സിമം ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് n³ പുറത്തേക്ക് എടുക്കാം. എന്നാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഞാൻ ആ 1/6 നിങ്ങൾ പുറത്തേക്ക് എടുത്തു കേട്ടോ. n ഉണ്ട്, പിന്നത്തെ ടേമിൽ നിന്ന് ഞാൻ n പുറത്തെടുത്തപ്പോ 1 പ്ലസ് 1/n ആയില്ലേ. പിന്നത്തെ ടൈമിൽ നിന്ന് n പുറത്തെടുത്തപ്പോ 2 പ്ലസ് 1/n ആയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ n³ പുറത്തേക്ക് എടുക്കൂ, 1 പ്ലസ് 4 ഡിവൈഡഡ് ബൈ n² പ്ലസ് 3 ഡിവൈഡഡ് ബൈ n³, 4 ഡിവൈഡഡ് ബൈ n ഉള്ളേ, n² പ്ലസ് 6 ഡിവൈഡഡ് ബൈ n എന്ത് വരും, ക്യൂബ് വരും. ഈ ഡിനോമിനേറ്ററിൽ n ഉള്ളതൊക്കെ എന്തായി പോയിട്ടുണ്ടാവും, 0 ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലെ. കാരണം ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n 0 ആണ്. അപ്പൊ നമ്മൾ n³ ദാനം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ വരുന്നത്, 1/6 ഇൻറ്റു 1 പ്ലസ് 0, അതായത് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ താഴത്ത് 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 അല്ലേ, ദാറ്റ് ഇസ് 1 അല്ലേ. കട്ട് ചെയ്താൽ എന്ത് കിട്ടി നമുക്ക്, 1/3 ഇസ് ദ ആൻസർ. സോ ഓപ്ഷൻ എന്ത് കിട്ടി, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെന്താ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 x റൈസ് ടു 200 മൈനസ് 3 റൈസ് ടു, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാല്ലേ ഏത് രീതിയിലാണ് പോകേണ്ടത്, ഡിവൈഡഡ് ബൈ x റൈസ് ടു 100 മൈനസ് 3 റൈസ് ടു 100 അല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യം എന്താ, x മൈനസ് എ, ദാറ്റ് ഇസ് x മൈനസ് 3 അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ, x റൈസ് ടു n മൈനസ് a റൈസ് ടു n ഡിവൈഡഡ് ബൈ x മൈനസ് എ. ആ ഇക്വേഷനിലേക്ക് പോവാ, രണ്ടുപേർക്ക് സെയിം സാധനമാണ്. അപ്പൊ ആദ്യത്തെ ആൾക്ക് ഞാൻ x മൈനസ് 3 കൊടുത്തു, അതേപോലെ താഴത്തെ ആൾക്കും x മൈനസ് 3. നോക്കിയേ, ഞാനിവിടെ രണ്ടുപേർക്ക് ഡിവിഷൻ അല്ല കൊടുത്തേക്കണേ കേട്ടാ. നിങ്ങൾ ഈ വലിയ ഡിവിഷനെ തലതിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഈ ഏറ്റവും താഴെ കിടക്കുന്ന x മൈനസ് 3 ആണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്തേക്കണത്. മുകളിൽ എടുക്കണ x മൈനസ് 3 സത്യത്തിൽ ഡിവിഷൻ ട്ടാ, മറക്കണ്ട. അല്ലാണ്ട് രണ്ടു ഭാഗത്തും ഒരു ആൾക്കും നമ്മൾ ഡിവിഷൻ ആണല്ലോ കൊടുത്തെന്നല്ല കേട്ടാ. ലിമിറ്റ് അപ്ലൈ എന്താ കിട്ടാ, n ഇൻറ്റു 2n ഇൻറ്റു a റൈസ് ടു n മൈനസ് 199 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3 റൈസ് ടു 99. കട്ട് ചെയ്യൂ, എന്ത് കിട്ടി, 2 ഇൻറ്റു മൈനസ് ചെയ്ത് എന്താ കഴിയുമ്പോ എന്താ കിട്ടുക, 3 റൈസ് ടു 100 കിട്ടി. എന്നാൽ 2 ഇൻറ്റു 3 റൈസ് ടു 100, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.
അതേപോലെ നമുക്ക് അടുത്ത 15th വണ്ണും കൂടി നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അല്ലെ, ഇതേ ഇതിന്റെ ഇന്റെ അല്ലേ 1+5x⁻x അതിന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1+x (1/x)നെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത് ഇ. അതായത് ഇവിടെ എന്ത് വരുന്നു അത് തന്നെ പവറിലും വരുന്ന രീതിയിൽ. അപ്പൊ ഇവിടെ ഇതിന് നോക്കിയാൽ അവിടെ 5x അല്ലേ കിടക്കണേ. അപ്പൊ ഞാൻ അതിനെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1+5x അല്ല കിടക്കുന്നത്. അപ്പൊ അതേ മുകളിലും അതുപോലെ ആക്കാൻ വേണ്ടിട്ടേ 1/5x എന്നാക്കി. ദാറ്റ് ഈസ് ഞാൻ അവിടെ ഒരു 5 ഇൻറ്റു ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇനി നോക്കിയേ, ഇത്രയും ഭാഗത്തെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? ഇ ആയി മാറും. കാരണം 1+x⁻1/x അതുപോലെ 5x കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അവിടെ 5 ആക്കണ്ട. അപ്പൊ ഇ ആക്ക, എന്നിട്ട് ഈ കിടക്കുന്ന പവർ ഇല്ലേ അത് വേണം 5 ആക്കാനായി. ഓക്കെ, സോ e⁵5 ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയ സ്പ്ലിറ്റ് അപ്പ്, അതായത് എവിടെ വെച്ച ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തേക്കണേ? 0 വെച്ചിട്ടല്ലേ. അപ്പൊ അഥവാ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. അല്ല എങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത് 0 മാത്രം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഫംഗ്ഷനുകൾക്ക്. അതിപ്പോ 3 വെച്ചാണ് സ്പ്ലിറ്റ് ഇതുപോലെ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുവാണെങ്കിൽ അത് 3 മാത്രം. ബാക്കി എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കാം. മറ്റേ പോയിന്റ് 0 എന്താ സംഭവിക്കണേന്ന്. അപ്പൊ നോക്കിയേ, അത് എന്ന് പറയുന്നത് sin x ഡിവൈഡഡ് ബൈ 2x മൈനസ് tan x ഡിവൈഡഡ് ബൈ 2x അല്ലേ. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാനായിട്ട് പോകുന്നത്? ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇത്രയും ഭാഗം sin x by x 1 ആയില്ലേ, അതേപോലെ tan x by x 1 ആയില്ലേ. സോ ബാക്കിയുള്ളത് ആരാ? 1/2 മൈനസ് 1/2 അല്ലേ. അതെന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോ നമുക്ക് 0 അല്ലാത്ത പോയിന്റുകളുടെ ഫംഗ്ഷൻ 0 തന്നെ കിട്ടി. ഇനി അറ്റ് ദ പോയിന്റ് 0 എത്ര തന്നേക്കണേ? 0 തന്നെ. അപ്പൊ കണ്ടിന്യൂസ് ആയില്ലേ, ശരിയായില്ലേ. സോ എന്ത് കിട്ടി? 0 അല്ലാത്ത പോയിന്റുകളിൽ അതായത് എക്സ്റ്റെൻഡിങ് ടു 0ലും 0 തന്നെ കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് 0ലും ദാ ഇവിടെ 0 തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ കണ്ടിന്യൂസ് അറ്റ് ഓൾ ദ പോയിന്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം സാധനം, ന്യൂമറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. പിന്നെ എന്തുകൊണ്ട് നിനക്ക് ചെയ്യണേ? ഡിനോമിനേറ്റർ 0 ആകുന്നത് കൊണ്ടിട്ട് ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് റൂട്ട് 4+x⁻8 മൈനസ് റൂട്ട് 4 - x⁻8 അല്ലെ കിടക്കുന്നത്, ഡിവൈഡഡ് ബൈ x⁻8 അല്ലെ. അപ്പൊ ഞാൻ മുകളില് റൂട്ട് 4 - x⁻8 പ്ലസ് റൂട്ട് 4, ഇവിടെ പ്ലസ് ആണ്, 4 - x⁻8 ഡിവൈഡഡ് ബൈ റൂട്ട് 4 + x⁻8 പ്ലസ് റൂട്ട് 4 - x⁻8. അതൊന്ന് ഭംഗിയാക്കി എടുത്താൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താ കിട്ടുക? 4 + x⁻8 a² - b² അല്ലേ. 4 - x⁻8 വരും, ഡിവൈഡഡ് ബൈ പിന്നെ x⁻8 ഇൻറ്റു റൂട്ട് 4 + x⁻8 പ്ലസ് റൂട്ട് 4 - x⁻8. ശരിയല്ലേ. അതിൽ നോക്കിയാൽ 4ഉം 4ഉം ക്യാൻസൽ ആയി പോയില്ലേ. x⁻8 അല്ല അവിടെ ബാക്കി വരാ. ദാറ്റ് ഈസ് 2x⁻8 ഡിവൈഡഡ് ബൈ x⁻8 ഇൻറ്റു റൂട്ട് 4 + x⁻8 വരും. അതേപോലെ തന്നെ പ്ലസ് റൂട്ട് 4 - x⁻8 വരും. ഇനി നോക്കിയപ്പോ x⁻8 ക്യാൻസൽ ആയി പോയി. ഇനി ജസ്റ്റ് ഡിനോമിനേറ്ററിൽ ആ 0 ഇട്ട് കൊടുത്തു നോക്കിയാൽ 0 ആവില്ല, ഡിനോമിനേറ്റർ 0 ആകുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇനി ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ലിമിറ്റ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 4 + 0 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, പ്ലസ് 2 അല്ലേ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടി നമുക്ക്? 1/2 ഇസ് ദ റൈറ്റ് ആൻസർ. 18ാമത്തെ ആണ് അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് x² ഡിവൈഡഡ് ബൈ 2x² + 1. നമുക്ക് നോക്കി അവിടുത്തെ x² പുറത്തെടുക്കാൻ പറ്റില്ല അല്ലെ, പക്ഷെ ഇൻഫിനിറ്റി ലിമിറ്റും ആണ് അല്ലെ. അപ്പൊ ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലും ഇൻഫിനിറ്റി വരും, താഴെയും ഇൻഫിനിറ്റി വരും അല്ലെ. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിലേ ഒരു ടൈപ്പ് ആണ് കേട്ടോ അത്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം എന്നാ പറയാ നമ്മൾ അതിന്, ഇൻഡിറ്റർമിനന്റ് ഫോം എന്നൊക്കെ പറയുവേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിലേ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, സിമിലർലി ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ചെയ്യും നമ്മൾ. ഇത് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് റൂളായിട്ടൊന്നും പഠിക്കേണ്ട, കാര്യം പറഞ്ഞാൽ മാത്രം മതി. അതായത് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ ന്യൂമറേറ്ററിനും ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിനെയും ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി കേട്ടോ. ഈ log x² എന്ന് പറയുന്നതേ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡെറിവേറ്റീവ് ഒന്നല്ല, അല്ലാണ്ട് ലോഗ് x⁻n ആണെങ്കിൽ എന്താ? n log x അല്ലേ, n പകരം 2 കേട്ടാ. പിന്നെ 2x² + 1 അല്ലേ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞേ എന്താ കിട്ടുക? 2 × 1/x
ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4x അല്ലേ കിട്ടാൻ പോണേ എന്ന് പറഞ്ഞാൽ ഇതെന്താ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോ ഇവിടെ 2 കിട്ടി അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി നമുക്ക് 1 ഡിവൈഡഡ് ബൈ 2x² കിട്ടിയില്ലേ ഇനി ലിമിറ്റ് ഇട്ട് കൊടുത്തോ as extending to infinity 1 by infinity എന്താ 0 കഴിഞ്ഞു സോ ഓപ്ഷൻ ഈസി ആണ് സംഭവം ചെയ്യല് പക്ഷെ ആ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ കഴിഞ്ഞില്ലേ ഇനി അടുത്തത് 19ാമത്തെ ഇത് നമ്മളുടെ ഏതെങ്കിലും ഞാൻ തിയറി പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ റൈസ് ടു എക്സിന്റെ എക്സ്പെൻഷൻ അല്ലേ ഈ റൈസ് ടു എക്സിന്റെ അവിടെ ഒരു 1ന്റെ കുറവ് സെയിം സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അതിൽ നിന്ന് ആ 1/2 കൂടെ പുറത്തേക്ക് എടുത്തോ ബാക്കി ഓരോ ടേമിനും എക്സ് വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തേ അപ്പൊ എന്താ വരാ 1 പ്ലസ് x² എന്നുള്ളത് x ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ x² അങ്ങനെ അല്ലായില്ലേ പിന്നെ അവിടെ നിന്നുള്ള എല്ലാ ടൈമിലും എക്സ് ഉണ്ട് നമുക്ക് ലിമിറ്റ് ആണെങ്കിൽ 0 ആണ് അപ്പൊ എന്തായാലും ന്യൂമറേറ്റർ 0 ആയി പോലെ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ലിമിറ്റ് ഇട്ട് കൊടുക്ക് 1/2 ഇൻറ്റു 1 മാത്രല്ലേ ബാക്കി ഒക്കെ 0 ആയി പോകും അല്ലെ മോളിൽ 0 എക്സിന് 0 ഇട്ട് കൊടുത്ത് കഴിയുമ്പോ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് 1/2 ഇസ് ദ റൈറ്റ് ആൻസർ ഇത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്തായിരുന്നു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 6 തീറ്റ സ്ക്വയർ അല്ലേ അപ്പൊ സൈനിന് ആരെ ആവശ്യം സൈൻ 6 തീറ്റ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ആരെ ആവശ്യം 6 തീറ്റ സ്ക്വയറിനെല്ലാം ആവശ്യം ബാലൻസ് ചെയ്യാനായിട്ട് ഇൻറ്റു 6 തീറ്റ സ്ക്വയർ ചെയ്തു ഇത്രേ ഉള്ളൂ ആരെയാണ് ആവശ്യം അവരെ അങ്ങോട്ട് ബാലൻസ് ചെയ്ത് ഫുൾ ആയിട്ട് ചെയ്താൽ മതി ട്ടാ അടുത്ത ടാൻ 4 തീറ്റ അല്ലേ അപ്പൊ നമ്മൾ അതിനും കൊടുക്ക് ടാൻ 4 തീറ്റയ്ക്ക് പകരം താഴത്തെ എന്ത് വേണം 4 തീറ്റ വരണം അല്ലെ ബാലൻസ് ചെയ്യാൻ ഞാൻ 4 തീറ്റ കൊടുത്തു അപ്പൊ അയാളുടെ പരിപാടി തീർന്നു ഡിവൈഡഡ് ബൈ എന്താ എടുക്കുന്ന ടാൻ 5 തീറ്റ അല്ലെ അതും ഇതുപോലെ തന്നെ ടാൻ 5 തീറ്റ ഡിവൈഡഡ് ബൈ 5 തീറ്റ ഇൻറ്റു 5 തീറ്റ അതും ബാലൻസ്ഡ് ആയി അടുത്ത സൈൻ 3 തീറ്റ അതെന്താ വരിക സൈൻ 3 തീറ്റ ഡിവൈഡഡ് ബൈ 3 തീറ്റ ഇൻറ്റു 3 തീറ്റ കഴിഞ്ഞു ഒരാളും കൂടി ഉണ്ട് അല്ലെ ടാൻ 2 തീറ്റ ടാൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 തീറ്റ ഇൻറ്റു 2 തീറ്റ എല്ലാവരും ബാലൻസ് ചെയ്തു ഇനിയിപ്പോ എന്താ ഉണ്ടാവുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ അതാ ഈ ടേം 1 ആയി പോവും ഈ ടേം 1 ആയി പോയി പിന്നെ ഈ ടേം 1 ആയി പോയി ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോ ഈ ടേം അതേപോലെ 1 ആയി പോവും ഈ ടേം 1 ആയി പോയി ബാക്കിയുള്ളവരെ മാത്രം പറക്കി എഴുതിയാൽ മതി നമുക്ക് നോക്കാം ബാക്കി ആരൊക്കെ ഉണ്ട് 6 തീറ്റ സ്ക്വയർ ഇൻറ്റു 4 തീറ്റ ഡിവൈഡഡ് ബൈ 5 തീറ്റ ഇൻറ്റു 3 തീറ്റ ഇൻറ്റു 2 തീറ്റ ശരിയല്ലേ അപ്പൊ തീറ്റകളാകെ 3 ഇടുന്നുണ്ടേ ഉള്ളൂ അതായത് ഇവിടെ തീറ്റ സ്ക്വയർ തീറ്റ 3 1 2 3 കട്ട് ചെയ്തു അതേപോലെ തന്നെ 3 2 6 ക്യാൻസൽ ആയി പോയി ബാക്കി എത്ര ആൻസർ 4/5 അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് നമ്മൾ ഇന്നൊരു 20 ക്വസ്റ്റിനോളം ഡിസ്കഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതിന്റെ തിയറി പാർട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു അപ്പൊ അതൊന്നും കണ്ടേക്കണേ അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഈ ക്വസ്റ്റ്യൻസും ഇതേപോലെ നന്നായി എന്താ പറയാ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് എന്നാലും നിങ്ങൾ സ്വന്തമായിട്ടും കൂടി ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വരുള്ളൂ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ആവശ്യം അല്ലാണ്ട് പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് ദൈവമേ ഞാൻ ചെയ്തു ശരിയാണോ എന്ന് സംശയിക്കാൻ നമുക്ക് ഇടവരുത്തരുത് ഓക്കെ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം ഞാൻ ആൻസർ ആയിട്ട് അത് തന്നെ പറയോ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ മെയിൽ ഐ ഡി ഞാൻ അതിൽ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൽ ത്രൂ ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് നടത്താം ഓക്കെ താങ്ക് യു